നല്ല വെട്ടമുണ്ട്. ഒരു റൂമിൽ അത്യാവശ്യത്തിനുള്ള എല്ലാ വെട്ടവും കിട്ടും. ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുറത്ത് നല്ല മഴയാണ്, അതുകൊണ്ടാണ് കുറച്ച് ഒച്ചയിൽ പറയുന്നത്. എത്രത്തോളം ലൗഡ് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് അറിയില്ല. ആദ്യം തന്നെ എല്ലാ കൂട്ടുകാർക്കും വലിയ പെരുന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ ആരംഭിക്കാം. എല്ലാ സ്ഥലത്തും ഇപ്പൊ നല്ല മഴയാണ്, ഇവിടെയും നല്ല മഴയാണ്. ഞാനൊക്കെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് തന്നെ കുറെ ദിവസമായാണ്. കറണ്ടിന്റെ ഒക്കെ പ്രശ്നങ്ങൾ ഭയങ്കരമാണ്. ഇടയ്ക്ക് ചോറിനാനൊക്കെ ഇരിക്കാൻ നേരത്താണ് കറണ്ട്, ആ സമയത്ത് നമ്മുടെ കറണ്ട് പോവാ. ഇടയ്ക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിൽക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് എമർജൻസി നമുക്ക് അങ്ങനെ പോരുന്ന എമർജൻസി ഘട്ടങ്ങളിൽ എമർജൻസി ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി നമുക്കൊരു എമർജൻസി ലൈറ്റ് ഉണ്ടാക്കിയാലോ. അതും തീരെ ചെറുത്, എല്ലാവർക്കും. ഇനി സോൾഡറിങ് വേണ്ട, സോൾഡറിങ് ഇല്ലാണ്ട് ഉണ്ടാക്കാം, കൈ കൊണ്ട് പിരിച്ചു വെച്ചിട്ട് ഉണ്ടാക്കാം. നമുക്ക് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു ചെറിയ എമർജൻസി ലാമ്പാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഫ്ലഡ് അല്ല, മഴവെള്ളപ്പാച്ചിലോ എന്ത് പറഞ്ഞിട്ട് 5-6 ദിവസം കറണ്ട് ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പവർ ബാങ്ക് വെച്ചിട്ട് ഈ എമർജൻസി ലൈറ്റ് പ്രവർത്തിപ്പിക്കാവുന്നതാണ്. മാത്രമല്ല, അടുത്ത വീഡിയോയിൽ നമ്മൾ ഒരു വേറൊരു പവർ ബാങ്ക് നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് ഉപയോഗിച്ച് ഇനിയിപ്പോ 5 അല്ല 6 അല്ല 10 ദിവസം കറണ്ട് ഇല്ലെങ്കിലും നമ്മുടെ ഫോൺ റീചാർജ് ചെയ്യും. നമ്മുടെ എമർജൻസി ഇന്ന് ഉണ്ടാക്കുന്ന എമർജൻസി ലാമ്പും നമ്മൾ വർക്ക് ചെയ്യും. അത്തരത്തിലൊരു എമർജൻസി ലാമ്പാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഇനി ആരെങ്കിലും ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. സബ്സ്ക്രൈബ് എന്ന് എഴുതിയ ബട്ടൺ അത് ചുമന്നിട്ടാണ് ഉള്ളതെങ്കിൽ നിങ്ങൾ അത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. ഒരു ചാര നിറത്തിലാണെങ്കിൽ ഓൾറെഡി നിങ്ങൾ അത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പിന്നീട് നിങ്ങൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അൺസബ്സ്ക്രൈബ് ആയി പോകും. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും ശ്രദ്ധിച്ചാൽ ചെയ്യുക. ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ പറ്റുന്നവർക്ക് ഈ ഇലക്ട്രോണിക്സിനെ കുറിച്ച് അല്ലെങ്കിൽ ഇതിന് കുറച്ച് താല്പര്യമുള്ള ആളുകളിലേക്ക്, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക്, നിങ്ങളുടെ കൂട്ടുകാരുടെ മക്കളിലേക്ക്, കുടുംബങ്ങളിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കാം. അപ്പൊ നമുക്ക് അതെങ്ങനെയാ നോക്കാം. തീരെ ചെറിയ വീഡിയോ ആണ്, ആരും സ്കിപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് കഴിയും. ഓക്കെ, എന്നാ വീഡിയോയിലേക്ക് ഇറങ്ങാം. സാധാരണ കുറച്ച് സ്ക്രാപ്പ് ഐറ്റങ്ങളാണ് എടുത്തിട്ടുള്ളത്. 2 കുപ്പീൻ്റെ അടപ്പാണ് നമ്മൾ ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത്. പിന്നെ ഫ്യൂസായ 2 LED ബൾബുകൾ. LED ബൾബുകൾ മൊത്തമായിട്ടൊന്നും നമുക്ക് വേണ്ട, ഇതിന്റെ അടപ്പ് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. ഇതിന് അടപ്പ് മാത്രമേ നമ്മൾ ഇതിനു വേണ്ടി എടുക്കുന്നുള്ളൂ. LED ബൾബുകൾ നന്നാക്കുന്ന ഒരു വീഡിയോ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. പഴയ LEDകൾ നന്നാക്കി എടുക്കുന്നത്, അത് ഞാൻ മേലെ ഐക്കാർഡിൽ കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് പോയി കണ്ടിട്ട് വരാം. നമ്മളിപ്പോൾ ഏകദേശം 2 വർഷം കാലത്തോളമായിട്ട് നമ്മുടെ വീട്ടിലെല്ലാം ഉപയോഗിക്കുന്നത് അത്തരത്തിലുള്ള LEDകളാണ്. ആ വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് വരാവുന്നതാണ്. പിന്നെ ഇതിന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞാൽ പഴയ USB കേബിള്, കുറേ USB കേബിൾ വേസ്റ്റ് ആയിട്ട് നമ്മുടെ വീട്ടിലുണ്ടാവും. അതൊക്കെ ഉപകാരപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ ഒരു ചെറിയ എമർജൻസി ചെയ്യുന്നത്. പിന്നെ ക്യാഷ് കൊടുത്ത് മേടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4 LED ഉണ്ട്. ഇത് 4 വോൾട്ടിൻ്റെ ആണെന്ന് ചാർട്ട് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കടയിൽ ചോദിച്ചപ്പോൾ അത് 3 സംതിങ് ആണെന്ന് പറഞ്ഞു. എങ്കിലും ഞാനത് 5 വോൾട്ടിലൊക്കെ ഉപയോഗിച്ച് നോക്കി. പിന്നെ ഇതേപോലത്തെ സ്ട്രിപ്പുകൾ നമുക്ക് LED മേടിക്കുന്ന കടകളിൽ നമുക്ക് 5 വോൾട്ട് 4 വോൾട്ട് ഇങ്ങനെയുള്ള LEDകൾ കിട്ടുന്നതാണ്. പിന്നെ അവിടെ നിന്ന് തന്നെ നമുക്ക് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇതിന് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഒരു റെസിസ്റ്റർ തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ റെസിസ്റ്റർ ഇട്ടിട്ട് ഇതേപോലെ സോൾഡർ ചെയ്ത് തരും. സോൾഡർ ചെയ്ത് തന്നു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ഇത് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഇതേപോലെ പിരിച്ചു കൊടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ഇതിൽ സോൾഡറിങ് ഒന്നും ആവശ്യം വരുന്നില്ല. ഇനിയിപ്പോൾ സോൾഡറിങ് ആവശ്യമുണ്ടെങ്കിൽ തന്നെ സോൾഡറിങ് ചെയ്ത് ഇച്ചിരി വൃത്തിക്ക് ചെയ്യണമെന്ന് തന്നെ ആഗ്രഹമുള്ളവർക്ക് നമ്മൾക്ക് എമർജൻസി ആയിട്ടൊരു സോൾഡറിങ് ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അതും ഐക്കാർഡിൽ ഞാൻ കൊടുക്കുന്നുണ്ട്, അത് നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ്. അങ്ങനെ സോൾഡറിങ് അയൺ ഉണ്ടാക്കിയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഇത് സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ ഇത് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ഓക്കെ, ഗ്ലൂ ഗണ്ണ് ഞാൻ ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. ഗ്ലൂ ഗണ്ണ് ഇല്ലാത്തവർക്ക് സാധാരണ ഈ ടൈപ്പിലുള്ള പശയായാലും മതി. തൽക്കാലം എമർജൻസി ഘട്ടത്തിൽ ഉപയോഗിക്കാനുള്ള ഒരു എമർജൻസിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് വർക്കിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് USB കോഡിൻ്റെ ഈ ഭാഗം കട്ട് ചെയ്ത് എടുക്കേണ്ടതുണ്ട്. ഇത്രയും മതി നമുക്ക്. അതിനുശേഷം അതിൻ്റെ ഇൻസുലേഷൻ നമ്മൾ ക്ലിയറായിട്ട് മൊത്തമായിട്ട് കളഞ്ഞെടുക്കണം. ഈ പിന്നെടുക്കാനാണ്. ഇത് റെഡിമെയ്ഡായിട്ട് നമുക്ക് കടയിൽ മേടിക്കാൻ കിട്ടും.
ഇതിങ്ങനെ കളയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് ബാറ്ററി ബാങ്കിലോ മറ്റോ കൊടുക്കുമ്പോൾ കറക്റ്റായി കയറി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നമുക്ക് കളഞ്ഞെടുക്കുന്നത്. നിങ്ങൾ കളയുമ്പോൾ ഇത് വൃത്തിയായിട്ട് ഇതിൻ്റെ വയറ് കട്ട് ചെയ്താണെങ്കിൽ നിങ്ങൾക്ക് സോൾഡറിങ് ചെയ്യുന്ന ഒരു പണി ഇതിൽ കുറവായി കിട്ടും. ഇതിലങ്ങനെ കിട്ടുമോ നോക്കാം. നിങ്ങൾക്ക് ഇത് ഈ രീതിയിൽ എടുക്കാവുന്നതാണ്. ഈ രീതിയിൽ എടുക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് സോൾഡറിങ് നിങ്ങൾക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഈ കളർ കോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ മിക്കതിലും റെഡും ബ്ലാക്കും ആയിരിക്കും വരിക. അതായിരിക്കും നെഗറ്റീവും പോസിറ്റീവും വരുന്നത്. ഇതിൽ ഇപ്പോൾ നമുക്ക് വരുന്നത് ഇതിൽ വൈറ്റാണ് പോസിറ്റീവ്, ഇതിൽ ഈ കളർ വന്നതാണ് നെഗറ്റീവായിട്ട് ഇതിൽ വന്നിട്ടുള്ളത്. അത് മാത്രം ശ്രദ്ധിച്ചാൽ LED അതേപോലെ തന്നെ ഈ LED വന്നിട്ട് LED നിങ്ങൾക്ക് കാണാം ഇതിലൊരു ഹോൾ വന്നിരിക്കുന്ന ഭാഗമാണ് പോസിറ്റീവ്, ഈ ഹോളില്ലാത്ത ഭാഗമാണ് നെഗറ്റീവ്. അതായത് കറുത്ത വയർ കൊടുക്കേണ്ടത് ഇതിലാകുമ്പോൾ ഈ വയർ നീല പോലത്തെ ഈ വയർ കൊടുക്കേണ്ടത് ഇതിലാണ്. അതിനുശേഷം നമുക്ക് ഈ പിന്ന് ഇങ്ങനെ വരുന്ന രീതിയിൽ ഇവിടെ മാർക്ക് ചെയ്ത് ഒരു ഹോൾട്ട് എടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് മാർക്കർ വെച്ചിട്ട് മാർക്ക് ചെയ്യാം. അതിനുശേഷം ഇത് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ USB കേബിള് ഇതുപോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിനുശേഷം നമുക്ക് ഇതിലേക്ക് LED പിടിപ്പിക്കണം. അതായത് 3 LED ആണ് ഇപ്പോൾ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. കൊടുക്കാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പോസിറ്റീവുകൾ ഇങ്ങനെ ഒന്നൊന്നായിട്ട് 3ആയിട്ട് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അത് കൊടുത്തിട്ട് നമുക്ക് നോക്കാം. ഇതുപോലെ താലത്തി കഷ്ണം വയർ നമ്മൾ എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇതിൻ്റെ പോസിറ്റീവ് കൊടുക്കാം. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വെള്ളയാണ് വന്നിട്ടുള്ളത്. അതിലേക്ക് ഇതുപോലെ പിരിച്ചു. നിങ്ങൾക്ക് സോൾഡറിങ് ആണില്ലെങ്കിൽ ഇതുപോലെ നേരിട്ട് ഇതിലേക്ക് പിരിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പം ഞാനിത് സോൾഡർ ചെയ്യാൻ പോവാണ്. അടുത്തതിന് നമ്മൾ 3 പീസ് വയറെടുത്തിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇതും കൂടെ സോൾഡർ ചെയ്ത് കൊടുക്കാം. സോൾഡറിങ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്കിത് 3 സൈഡിലായിട്ട് പ്ലേസ് ചെയ്യലാണ് പരിപാടിയുള്ളൂ. ഇതിങ്ങനെ വയറിൻ്റെ തടസ്സമൊന്നും വരാത്ത രീതിയിൽ 3 ഭാഗത്തായിട്ട് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്ത് വെക്കുക. LED ഇങ്ങനെ സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗമ്മ് അത്രയും പവറില്ലാത്തതുകൊണ്ട് ഒട്ടാൻ കുറച്ച് താമസമുണ്ട്. ഇത്ര മാത്രമേ ഉള്ളൂ. ഇതിൽ ഞാൻ കുറച്ച് ഗ്ലൂവും കൂടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒന്ന് നമ്മുടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇതിനാ ക്യാപ്പിട്ട് എടുക്കൽ മാത്രമേ ഇതിന് പണിയുള്ളൂ. ഈ ഭാഗത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് വൃത്തിയാക്കി ശരിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ലാമ്പിൻ്റെ പണി കഴിഞ്ഞു. ഇതിൻ്റെ സൈഡിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഗം ഒഴിച്ചു കൊടുക്കാം. ഇത് കഴിഞ്ഞു. അടുത്തതും കൂടെ നമുക്ക് നോക്കാം. അടുത്തതായിരിക്കും ഇതിനെക്കാട്ടിലും സിമ്പിൾ എന്ന് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ തന്നെ ഇതുപോലെ 2 വയർ സോൾഡർ ചെയ്ത് എടുക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ USB കേബിൾ കട്ട് ചെയ്യാൻ നേരത്ത് നിങ്ങൾ ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സോൾഡറിങ് എന്ന് പറഞ്ഞ ഒരു പ്രശ്നം ഇവിടെ വരുന്നില്ല. ഇതിൽ വേറെ ഒന്നും ചെയ്യാനില്ല. ഇത് ഇവിടെ നിന്ന് കട്ട് ചെയ്യാം. ഇതിൽ മാത്രം നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരാനുള്ളൂ. ഇതിൽ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് ചുവപ്പ് പോസിറ്റീവ്, ബ്ലാക്ക് നെഗറ്റീവ്. മറ്റേ രണ്ടും നമുക്ക് ആവശ്യമില്ല. അത് കട്ട് ചെയ്ത് കളയാം. ഇത് നേരെ ഇങ്ങനെ കൊടുക്കേണ്ട കണക്ഷൻ മാത്രമേ ഉള്ളൂ. ഇതും കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. ഇതുപോലെ നിങ്ങൾ കട്ട് ചെയ്ത് എടുക്കുകയാണെങ്കിൽ, ഡാറ്റ കേബിൾ കട്ട് ചെയ്ത് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമുണ്ട്. ഇതുപോലെ സോൾഡറിങ് ഒന്നും ആവശ്യമില്ല. ഞാൻ ഇതുപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ മാർക്ക് ചെയ്തിട്ട് അടപ്പിൽ ഇതുപോലെ ഫിറ്റ് ചെയ്ത് ഗ്ലൂ അപ്ലൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഗ്ലൂവിൻ്റെ ആവശ്യമൊന്നുമില്ല. ഗമ്മിട്ടിട്ട് ഒരു സമയം കൊടുക്കണം എന്ന് മാത്രം. സമയം കൊടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് ഒട്ടിക്കിട്ടും. മാത്രമല്ല ഈ LED എന്ന് പറയുന്നത് ഇതിൽ നമുക്ക് കടയിൽ നിന്ന് തന്നെ ഇതുപോലെ സോൾഡർ ചെയ്ത് മേടിക്കുകയാണെങ്കിൽ നമുക്ക് വേറെ സോൾഡറിങ്ങിൻ്റെ ഒന്നും ആവശ്യം വരില്ല. നേരിട്ട് ഇതിലേക്ക് പിരിച്ചു കൊടുത്താൽ മതി.
ഇതിൽ ഇനിയിപ്പോൾ റെസിസ്റ്റർ വേണമെങ്കിൽ അതിനുള്ള എത്ര വാട്ട്സിൻ്റെ അനുസരിച്ച് ആ ഷോപ്പുകാരോട് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ റെസിസ്റ്റർ അവർ തരുന്നതാണ്. ഓക്കെ, നമുക്ക് ഇതിലേക്ക് പാകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വലിപ്പത്തിലാണ് പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇത്രയും ഭാഗം കട്ട് ചെയ്ത് കളയാണ്. ഇത്രയും ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ബോക്സിൽ ഫിക്സ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ ഇതിലെ പരിപാടി. ഇത് നമ്മൾ നേരത്തെ ആ സ്ട്രിപ്പ് കട്ട് ചെയ്ത് 4 LED മാത്രം അതിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതിന്ന് വയർ എടുത്തിട്ടുണ്ട്. അതേപോലെ ഈ USB വരുന്ന ചുമപ്പും കറുപ്പും വയർ. ഇതിന്റെ ചുമപ്പ് വയർ പോസിറ്റീവ് LED പോസിറ്റീവിലേക്ക് കൊടുക്കാം. ഗമ്മൊട്ടുന്ന മാത്രം ഒരു താമസമുള്ളൂ. ബാക്കി 2 വയറുകൾ ഷോർട്ടാകാത്ത വിധം ഇൻസുലേഷൻ ടേപ്പ് അടിച്ചോ. നമുക്ക് 2 സൈഡിലേക്ക് ഒതുക്കി വെക്കാം. വയറുകൾ ഒതുക്കിയതിന് ശേഷം നമുക്ക് അതിന്റെ ക്യാപ്പ്, അതിനനുയോജ്യമായ CFLന്റെ ഏതെങ്കിലും ക്യാപ്പ് നമുക്കിതിലേക്ക് അടച്ചു വെക്കാം. ഇതിങ്ങനെ അടച്ചു വെക്കാം. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ നല്ല കുറച്ച് ഗം ഉപയോഗിച്ചിട്ട് ഇതൊന്ന് ബലപ്പെടുത്തും. ഇത്രയേ ഉള്ളൂ 2 എമർജൻസി ലൈറ്റുകളുടെ നിർമ്മാണം. സിമ്പിളാണ്. ഇതിൽ രണ്ടാമത് കാണിച്ചതാണ് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം. മറ്റേത് കുറച്ച് സോൾഡറിങ്ങും പ്രശ്നവും അല്ലെങ്കിൽ അത് വയറുകൾ കൊടുക്കാനുള്ള കണക്ഷൻ പിരിച്ചു കൊടുക്കാനുള്ള ബുദ്ധിമുട്ടല്ലാണ്ട് വേറൊന്നുമില്ല. ബാക്കിയെല്ലാം സിമ്പിളാണ്. നിങ്ങൾക്ക് LED സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് റെസിസ്റ്റർ ഉപയോഗിക്കാം. റെസിസ്റ്ററിന്റെ വാല്യൂ ഓരോ വാട്ട്സ് അനുസരിച്ചായിരിക്കും. ഇപ്പൊ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഇതിൽ 3 വാട്ട്സ് ആണ് LED വന്നിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് ഓരോ വാട്ട്സിനനുസരിച്ച് ആ കടക്കാരോട് ചോദിച്ചിട്ട് തന്നെ ഇതിന്റെ LEDകൾ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. LEDകൾ ഓൺലൈൻ വാങ്ങാനുള്ള ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അങ്ങനെ നമ്മുടെ കുഞ്ഞൻ എമർജൻസി ലാമ്പ് നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുന്നതാണ്. സിമ്പിളാണ് ഐഡിയകളെല്ലാം. ഇതിൽ വയറ് സോൾഡർ ചെയ്യാണ്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ സമയം കുറച്ച് എടുക്കുന്ന മാത്രമേ ഉള്ളൂ. ഞാൻ അതുകൊണ്ട് സോൾഡർ ചെയ്തെടുത്തത്. ഇതാണ് 2 നമുക്കിനി ഇത് ചെക്ക് ചെയ്യുന്ന പരിപാടിയാണ്. നമുക്ക് എന്തായാലും ഇത് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത്. ഇതിന്റെ LED സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് തീർച്ചയായും അതിൽ റെസിസ്റ്റർ ഉപയോഗിക്കാവുന്നതാണ്. റെസിസ്റ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ LED ലൈഫ് കൂടുതൽ കിട്ടും. പിന്നെ അതേപോലെ അടിഭാഗത്ത് ഇച്ചിരി കൂടെ കാലം ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഹീറ്റ് സിങ്ക്, ഒരു അലുമിനിയത്തിന്റെ പീസോ കട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈ LED ഒട്ടിച്ച് വെക്കുകയാണെങ്കിൽ LED ലൈഫ് കൂടുതലായി കിട്ടും. അപ്പോൾ ഇത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ചെറിയ LED ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഹെവി വെട്ടമാണ് ചെറുതിന്. നിങ്ങൾക്ക് ഇവിടുത്തെ ലൈറ്റ് ഓഫ് ആക്കിയതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. നല്ല വെട്ടമുണ്ട്. ഒരു റൂമിൽ അത്യാവശ്യത്തിനുള്ള എല്ലാ വെട്ടവും കിട്ടും. ചെറുതൊക്കെ നമ്മളിനി രണ്ടാമത്തതാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. രണ്ടാമത്തത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. രണ്ടാമത്തേന് ഈ പറഞ്ഞ പോലെ ഒരു ആവറേജ് വെട്ടം റൂമിലെല്ലാം കിട്ടാനുള്ളതുണ്ട്. നിങ്ങൾക്ക് കാണാം അത്യാവശ്യം ഒരു ഇരുട്ട് സമയത്ത് നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ എല്ലാ ലൈറ്റും ഇതിൽ കിട്ടും. രണ്ടും ഓക്കെയാണ്. എല്ലാവർക്കും നമ്മുടെ കുഞ്ഞൻ എമർജൻസി ലാമ്പിന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യാത്തവരെല്ലാവരും ഒന്നുകൂടെ ലൈക്ക് ഒന്നുകൂടെ ചെക്ക് ചെയ്തതിന് ശേഷം പോവുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെയും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ.